ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല നാടൻ രുചിയിൽ ഒരു മീൻ മുളക് കറിയുടെ റെസിപ്പി കണ്ടാലോ? അയില മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളൂ. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മീൻ മുളക് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 അയില ഇതുപോലെ 3 കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 കുടംപുളി ഇട്ട് കൊടുത്ത് കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിർത്താനിടാം. ചൂടുവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുടംപുളി വേഗം കുതിർന്ന് കിട്ടാനായിട്ട് നല്ലതാണ്. ഇനി ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ കറിയിലേക്ക് വേണ്ട തക്കാളി പേസ്റ്റും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചൂടായി പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവയും 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുള്ളി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സവാള ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിക്കുള്ള ഒരു പച്ചച്ചൊവയില്ലേ, അത് മാറാനായിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുടംപുളി കുതിർത്ത് വെച്ചത് ആ വെള്ളത്തെപ്പാടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് തീ ഒരു ഹൈ ഫ്ലെയിമിലിട്ട ശേഷം ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അയില കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈയിലോണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ഇതുപോലെ വേവിച്ച ശേഷം ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകി മീനൊക്കെ നല്ലപോലെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി വറ്റിച്ചെടുത്ത മുളക് കറിയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി നേരം തുറന്ന് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് വേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വയ്ക്കാം. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അയില മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ്. മുളക് കറി വെക്കുമ്പോൾ ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കുന്നതിലും ടേസ്റ്റ് കുറച്ചധികം നേരം കഴിഞ്ഞ് കഴിക്കുന്നതിനാണ്. പിറ്റേ ദിവസം കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും കൊടുത്തോളൂ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.